അപ്പോൾ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ 2 പിങ്ക് ജയൻറ്റ് ഗൗരാമികൾ. 2-3 ദിവസമായിട്ട് നമ്മൾ ഇൻഡോർ ക്വാറന്റൈൻ ചെയ്യാനായിട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ട്. കൊണ്ടുവന്ന സമയത്ത് അവർ കുറച്ച് എന്താ പറയുക സ്ട്രെസ്സിലായിരുന്നു. പിന്നീട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ക്വാറന്റൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവരെ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ 2 പേരെയും കൂടി ഈ ഒരു ബോക്സിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് രണ്ടും പിങ്ക് ജയൻറ്റ് ഗൗരാമികളാണ്. ഇതിൻ്റെ മുകളിൽ ആ ഒരു യെല്ലോ കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടോപ്പ് ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ യെല്ലോ കളർ പോലെയാണ് കാണുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ അതായത് അത്യാവശ്യം ലൈറ്റ് അടിക്കുന്ന ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിങ്ക് കളർ നല്ല രീതിയിൽ കയറി വരുമെന്നാണ് പണ്ട് നമ്മൾ ഒരു ബ്രീഡറോട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ ബോഡി ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് ബോഡിയാണ്. ടോപ്പ് ഭാഗത്താണ് ഒരു യെല്ലോ കളർ പോലെയുള്ളത്. പിന്നെ കണ്ണ് ഇതിൻ്റെ ബ്ലാക്ക് ആണ്. ഇത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ടബ്ബുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടബ്ബുകൾ നമ്മൾ കാലിയാക്കിയിട്ടുണ്ട്. 4 ടബ്ബുകൾ നമ്മൾ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടബ്ബുകളിൽ കിടന്നിരുന്നത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളും ആയിരുന്നു. അവരെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ടബ്ബുകളെല്ലാം നമ്മൾ പുതിയ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടബ്ബുകളുടെ അകത്ത് കാണുന്നത് ആൽഗയാണ് ഡാർക്ക് കളറിൽ. അത് അഴുക്ക് കാര്യങ്ങളൊന്നുമല്ല. ഇത്തരത്തിൽ ടബ്ബുകളുടെ സൈഡ് ഭാഗത്ത് വരുന്ന ആൽഗയെ നമ്മൾ റിമൂവ് ചെയ്യാറില്ല എന്നുള്ളത് നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയായിരിക്കും, വെള്ളം പെട്ടെന്ന് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മീനുകൾക്ക് അധികം സ്ട്രെസ്സ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചുറ്റുവട്ടത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കധികം സ്ട്രെസ്സ് ഫീൽ ചെയ്യില്ല. അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പീസിനെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തത്. 2 അത്യാവശ്യം നല്ല ഫ്ലാറ്റായിട്ട് വിരിഞ്ഞ ബോഡിയുള്ള 2 പീസുകളാണ്. പിന്നെ നമ്മൾ ഇൻഡോർ ഒരു 3 ദിവസം ക്വാറന്റൈൻ ചെയ്തു. ഈ സമയത്ത് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബീറ്റാ ഫിഷിന് കൊടുക്കുന്ന ചെറിയ പെല്ലറ്റാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. അവർ ആദ്യത്തെ ദിവസം കുറച്ച് കഴിച്ചു, പിന്നെ അവർ ഫുള്ളായിട്ട് കഴിച്ചില്ല. അതിനുശേഷം നമ്മൾ 2-3 ദിവസങ്ങളിൽ ഫീഡ് ചെയ്തത് ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് സ്ട്രെസ്സ് കുറവാണ് എന്നാണ്. സ്ട്രെസ്സിലാണ് എന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കില്ല, അത് മൊത്തം അവിടെ വേസ്റ്റാക്കി ഇടും. പല ആൾക്കാരും നമ്മളോട് മുമ്പ് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിയിട്ട് അത് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളത്. 2-3 ദിവസമായിട്ട് അത് സ്ട്രെസ്സ് ഉള്ളതുകൊണ്ടാണ് അവർ ഫുഡ് കഴിക്കാത്തത്. അപ്പം നമ്മൾ ഇതുവരെ ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിയിട്ട് അവർ ഫുഡ് കഴിക്കാതിരുന്നിട്ടില്ല. ആദ്യത്തെ ദിവസം അവർ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്, കുറച്ച് കഴിക്കും അവർ. പിറ്റേ ദിവസം കുറച്ചധികം കഴിക്കും. പിന്നെ ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ അവർ ഫുള്ളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മൊത്തമായിട്ട് തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇതുപോലെ നമ്മൾ ഗൗരാമികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഒരു കണ്ടെയ്നറിലിട്ട് ഒരു ഡാർക്ക് സ്പോട്ടിലാണ് വെക്കേണ്ടത് ആദ്യത്തെ ഒരു 2-3 ദിവസം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്ട്രെസ്സ് പെട്ടെന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ആ ഒരു ആംബിയൻസുമായിട്ട് അഡാപ്റ്റ് ആവാനൊക്കെ സഹായിക്കും. നല്ല ലൈറ്റ് അടിക്കുന്ന ഏരിയയിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവരുടെ സ്ട്രെസ്സ് കൂടാനാണ് സാധ്യത. ഡീറ്റെയിൽഡ് വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.